ഹായ്. ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയാണ്. ഇപ്പോൾ ഉള്ളതല്ല കേട്ടോ. ഞാനിവിടെ 6 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹത്തിൽ ഇപ്പോഴാണ് അതിന് സാധിച്ചത് കേട്ടോ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയും കൂടിയാണ്. ഇവിടെ വിയറ്റ്നാമിൽ 6 വർഷമായതുകൊണ്ട് ഞാനിവിടെ ഒരു ട്രാവൽ കമ്പനി റൺ ചെയ്യുകയാണ്. ഇത് എൻ്റെ ട്രാവൽ കമ്പനിയുടെ പാർട്ണറാണ്. ലോക്കൽ വിയറ്റ്നാമിയാണ് മിസ് ജെന്നിഫർ. ബ്ലിസ് ഹോളിഡേയ്സ് എന്നാണ് ഞങ്ങളുടെ ട്രാവൽ കമ്പനിയുടെ പേര് കേട്ടോ. ഞങ്ങളിവിടെ ട്രാവൽ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഞങ്ങൾ വളരെ ഇന്ത്യക്കാരെയും എസ്പെഷ്യലി മലയാളീസിനൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവിടെ താമസിക്കുന്നതായതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. നമുക്ക് നേരെ പോകാം ബെൻഡൻ മാർക്കറ്റിലേക്ക്. വിയറ്റ്നാം ഹാസ് ചേഞ്ച്ഡ് ലോട്ട്. അതായത് 2018 മുതൽ വർഷങ്ങളിൽ വിയറ്റ്നാം വളരെയേറെ മാറിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് ഇവിടെ ഇത്രയും ആക്റ്റീവായി തുടങ്ങിയത്. ഇതാണ് ബെൻഡൻ മാർക്കറ്റ്. നമ്മൾ സാധാരണ ടൂറിസ്റ്റുകളെല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അയക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. ലോക്കൽ മാർക്കറ്റാണ് ബെൻഡൻ മാർക്കറ്റ്. നമുക്കിവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബെൻഡൻ മാർക്കറ്റ്. ബാർഗെയിൻ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്തായാലും ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ പോയി ബാർഗെയിൻ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ നമുക്ക് എന്തായാലും പുറകെയുണ്ട്. ക്യാമറയൊക്കെ കണ്ട ഇവിടുത്തെ ആൾക്കാർ നേരെ ചാടി വീണോളും. അതായത് ക്യാമറ ഇവർ വളരെ ഫോട്ടോജനിക് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഇവർക്ക് വളരെ താല്പര്യമാണ്. പ്രായവ്യത്യാസമില്ലാതെ ഫോട്ടോ എടുക്കാൻ ആളുകൾ ഇവിടെ അടികൂടാറുണ്ട് ഇവിടെ. എന്തായാലും ഇനി നമുക്ക് അടുത്തത് പോകുമ്പോൾ നമുക്ക് കോഫി ബിൽഡിംഗ് അല്ലെങ്കിൽ കോഫി അപ്പാർട്ട്മെൻറ്റ്സ്. ഈ പോകുന്ന വഴികളൊക്കെ നോക്കിയേ, കാറുകളെക്കാളും കൂടുതൽ ബൈക്സ് ആണ്. ബൈക്കുകളുടെ അയ്യരുകളിയാണ് ഇവിടെ. കാരണം 100 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും ബൈക്ക് എന്നാണ് ഇവിടുത്തെ സെറ്റപ്പ്. ബൈക്ക് ഒരു കൺവീനിയൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ടും അതേപോലെ തന്നെ എവിടെ പോയാലും ബൈക്ക് പാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ബൈക്ക് ആൾക്കാർ ഇവിടെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ബൈക്ക് ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ആൾക്കാർ ലോക്കൽ മീഡിയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ്. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാൻ വേണ്ടി ബൈക്കാണ് അവർക്ക് ഏറ്റവും ഈസിയായ മെത്തേഡ്. പിന്നെ ട്രാഫിക് റൂൾസ് ഉണ്ട്. കാര്യം ട്രാഫിക് റൂൾസ് സിഗ്നൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ബൈക്കിന് കൂടുതൽ എണ്ണം ഉള്ളതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ അങ്ങനെ പാലിക്കപ്പെടാറില്ല. എന്നാലും പോലീസ് നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അവർ പോലീസ് ക്യാച്ച് ചെയ്യും. അത്യാവശ്യം നമുക്ക് ഫൈനൊക്കെ നമുക്കിടും. ഡിസംബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ എല്ലാ ഷോപ്പിലും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഡിസംബർ മാസം. ഞാനും കഴിഞ്ഞ ദിവസം കുറച്ച് തുണികളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചീപ്പായിട്ട് കുറച്ച് തുണികളും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് വിയറ്റ്നാം. എല്ലാവരും പറയും വിയറ്റ്നാം അത്യാവശ്യം ചീപ്പാണ്. എന്നാൽ നമുക്ക് ഇവിടെ ലോങ് ടൈം താമസിക്കുന്ന ആൾക്കാർക്ക് അത്ര ചീപ്പൊന്നുമല്ല. വരുമാനത്തെക്കാളും കൂടുതൽ അത്യാവശ്യം ചിലവ് ആകാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോഫി അപ്പാർട്ട്മെൻറ്റ്. കണ്ടില്ലേ, കോഫി ഷോപ്പുകളാണ് ആ ഒരു ബിൽഡിംഗ് മൊത്തം നിറയെ. ഇത് നമ്മുടെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ. ആ കോഫി ഷോപ്പാണ് ഇത്. ഇത് ഹൊൻഫായ് സ്ട്രീറ്റ് എന്ന് പറയും. ഇതിന് തൊട്ടപ്പുറത്ത് റിവർ സൈഡ് ഉണ്ട്. എന്നാലും ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും പകർത്തുന്നില്ല. അത്യാവശ്യം ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. എന്നാലും വിയറ്റ്നാമിൻ്റെ പുതിയ വീഡിയോസ് എല്ലാം ഇതിൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പോകാൻ പറ്റും ഇവിടുത്തെ പീപ്പിൾ കമ്മിറ്റി ഓഫീസിലേക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആണ്. അതേപോലെ തന്നെ വാറിന് ശേഷം ഇവിടെ കമ്മ്യൂണിസമാണ് ഏറ്റവും കൂടുതൽ. ഒരു ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും കൂടിയാണ്. അതിനാൽ ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു 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 ഭരണസിരാ കേന്ദ്രമാണ് ഇവിടുത്തെ പീപ്പിൾ കമ്മിറ്റി ഓഫീസ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് വാറിന് ശേഷം ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഒരു ബിൽഡിംഗ് കൂടിയാണ്. ഇവിടുത്തെ എല്ലാ ഒഫീഷ്യൽസും ഒക്കെ എവിടെയാണ് ഉണ്ടാകാറുള്ളത്, പീപ്പിൾ കമ്മിറ്റി ഓഫീസ് ഓഫ്, അല്ലെങ്കിൽ പാർട്ടി, നമ്മുടെ നാട്ടിലെ പാർട്ടി മന്ദിരം എന്ന് പറയല്ലേ, അതാണ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് പാർട്ടി മന്ദിരമാണ് ഇവിടുത്തേത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം നമുക്ക് അത്യാവശ്യം പോയിട്ട് വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ആൾക്കാർ ട്രാവലൊക്കെ വരുന്ന സമയത്ത്, എനിക്ക് കഫാണ് കേട്ടോ, അതുകൊണ്ടാണ്. ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പീപ്പിൾ കമ്മിറ്റി ഓഫീസ്. ഇതിൻ്റെ പുറകിലാണ് ഈ ഹൊൻഫായ് സ്ട്രീറ്റ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അതിൻ്റെ പുറകിൽ റിവറാണ് കേട്ടോ. നമ്മൾ എന്തായാലും പുതിയ വീഡിയോയിൽ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് എന്തായാലും നമുക്കുണ്ടാവും. നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ കത്തീഡ്രൽ. അതായത് ഇവിടെ ഒരു ഫ്രഞ്ച് കത്തീഡ്രൽ ഉണ്ട്. ആ കത്തീഡ്രലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജെന്നിഫറാണ് കേട്ടോ ബൈക്ക് ഓടിക്കുന്നത്. ഇതൊക്കെ വഴിയോരങ്ങളെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ആളുകളൊക്കെ വളരെ കുറവാണ്. കാരണം ഞാൻ ഈ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 3 മണിയാണ്. അതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ എല്ലാവരും ഔട്ട്ഡോർ ഡൈനിങ്ങിനും അതേപോലെ തന്നെ കോഫി ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ആൾക്കാർ നല്ല ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് നല്ല വൈബുള്ളൊരു സ്ഥലമാണ് ഹോച്ചിമിൻ സിറ്റി അല്ലെങ്കിൽ സൈഗോൺ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രഞ്ച് കത്തീഡ്രൽ. ഈ കത്തീഡ്രൽ പഴയ ഫ്രഞ്ചിൻ്റെ കോളനി കാലത്ത് പണിതിട്ട് പോയ കത്തീഡ്രലാണ്. ഇന്നും അവർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഐക്കോണിക് ടൂറിസ്റ്റ് സ്പോട്ടാണ്.
ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അത് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. എന്തായാലും നമ്മൾ ഇനി ക്രിസ്മസ് മാർക്കറ്റിലേക്കൊക്കെ നമ്മൾ ഇനി എന്തായാലും പോകും. പുതിയ വീഡിയോകളൊക്കെ ആയിട്ട്. ദേ ക്രിസ്മസിന്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിയറ്റ്നാം. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ വിയറ്റ്നാം. നമ്മൾ അത്യാവശ്യം 35,000 40,000 രൂപ നമ്മുടെ ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും ഇതേപോലെ തന്നെ സെൻട്രൽ വിയറ്റ്നാമും ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്ത് പോയിട്ട് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്തായാലും കമ്പാരിറ്റീവ്ലി തായ്ലൻഡിനെയും മലേഷ്യനെ അപേക്ഷിച്ച് കൂടുതൽ അധികം പൈസ മുടക്കാതെ വന്നു പോകാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് വിയറ്റ്നാം എന്തായാലും ഇതിനെ തുടർന്നുള്ള വീഡിയോകൾ എന്തായാലും ഈ ചാനലുണ്ടാവും. എന്നെ പ്ലീസ് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഫണ്ണും അതേപോലെ ഇവിടുത്തെ പൊളിറ്റിക്സും എല്ലാം നമ്മൾ ഈ ചാനലിൽ കൂടെ സംസാരിക്കും. എന്തായാലും ഈ ഫസ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.